ഹലോ, അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ഡിഷായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. എളുപ്പത്തിൽ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പം ഞാൻ അതിനായിട്ട് ഒരു 1/2 കിലോയോളം കരിപ്പട്ടിയാണ് എടുത്തിരിക്കുന്നത്. കരിപ്പട്ടിയിൽ ധാരാളം പ്രോട്ടീനും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ഏതൊരു സാധനവും തയ്യാറാക്കിയിരുന്നാലും നമ്മൾ കരിപ്പട്ടി ഉപയോഗിക്കുമ്പം അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. വളരെ ഹെൽത്തിയുമായിട്ടുള്ളതാണ് കരിപ്പട്ടി. ശർക്കരയും പഞ്ചസാരയെക്കാട്ടിയും നല്ലൊരു ഗുണമാണ് കരിപ്പട്ടിയിൽ അടങ്ങിയിരിക്കുന്നത്. നമ്മൾ പ്രസവിച്ച് കിടക്കുമ്പോഴൊക്കെ ഇതുപോലെയാണ് കരിപ്പട്ടി കൊണ്ടുള്ള ലേഹ്യമൊക്കെയാണ് തയ്യാറാക്കി കൊടുക്കുന്നത്. അപ്പം ഞാൻ ഒരു 1/2 കിലോയോളം കരിപ്പട്ടി എടുത്തിട്ടുണ്ട്. അതിന് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചു കൊടുക്കുകയാണ്. എളുപ്പം തന്നെ ഒന്ന് അലിഞ്ഞ് കിട്ടണം. അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ് ഞാനത് ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി. അപ്പോൾ ഞാൻ 1/2 കിലോ ഫുള്ളും എടുത്തിട്ടില്ല. ഒരു കഷ്ണം ഞാൻ മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാം എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് അലിയിച്ചെടുക്കണം. അതിൻ്റെ ഒരു ശർക്കരപ്പാനി തയ്യാറാക്കില്ലേ, അതുപോലെ. അപ്പം ഞാൻ അതിനകത്തിലൊരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കപ്പലണ്ടിയാണ്. കപ്പലണ്ടിയിൽ ധാരാളം വൈറ്റമിൻസും മിനറൽസും പ്രോട്ടീൻസും അടങ്ങിയിട്ടുള്ളത് കൊണ്ട് കപ്പലണ്ടി കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പം ഞാൻ തോലുള്ള കപ്പലണ്ടിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ തോലില്ലാത്ത കപ്പലണ്ടി ആയിരുന്നാലും കുഴപ്പമില്ല. അപ്പോൾ തോലുള്ളത് കൊണ്ട് നല്ല രീതിയിലൊന്ന് വറുത്ത് കൊടുക്കണം. വറുത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു തണുത്തതിന് ശേഷം ഇതിൻ്റെ തോലൊക്കെ ഒന്ന് കൈകൊണ്ടൊന്ന് തിരുമ്മി കഴിയുമ്പോഴേക്കും അതിൻ്റെ ആ തോലൊക്കെ പോയി കിട്ടുന്നതാണ്. അപ്പം തോലില്ലാത്ത കപ്പലണ്ടി ആണെന്നുണ്ടെങ്കിലും ഇതേ രീതിയിലൊന്ന് വറുത്ത് കൊടുക്കണം. വറുത്ത് കൊടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് വെക്കണം. അങ്ങനെ ഞാൻ ആ ഒരു കപ്പലണ്ടി ഞാൻ നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. വറുത്തെടുത്തതിന് ശേഷം അതിനെ തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുകയാണ്. ഇപ്പോൾ തോലുള്ളത് കൊണ്ടാണ് ഇതിനെ തണുക്കാനായിട്ട് മാറ്റി വെച്ചേക്കുന്നത്. ഇതിന് ശേഷം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ കരിപ്പട്ടിയൊക്കെ നല്ല രീതിയിൽ പാനിയായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയം ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ മെയിനായിട്ടുള്ള ഘടകമാണ് എള്ള്. ഈ എള്ളാണെങ്കിൽ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു 4-5 വെള്ളം കഴുകിയതിന് ശേഷം ഞാൻ വെയിലത്തിട്ട് ഒന്ന് ഉണക്കിയെടുത്തതാണ്. അതിന് ഞാൻ ഒരു കപ്പോളം എടുത്തിട്ടുണ്ട്. അതിനൊരു പാനിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ചൂടാക്കിയെടുക്കുകയാണ്. എള്ളെടുക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് ഒരു 3-4 പ്രാവശ്യം കഴുകിയതിന് ശേഷം അതിനൊന്ന് ചെറുതായിട്ട് വെയിലത്തിട്ടാൽ അതൊന്ന് ഉണങ്ങി കിട്ടുകയും ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു തുണി കൊണ്ട് കഴുകിയതിന് ശേഷം ഒരു തുണി കൊണ്ട് നന്നായിട്ടൊന്ന് നിരത്തിയിട്ടതിന് ശേഷം ഒന്ന് തുടച്ചെടുത്താലും മതിയാകും. എള്ളിൽ ധാരാളം അയണും കാൽസ്യവും മഗ്നീഷ്യം എല്ലാം അടങ്ങിയിട്ടുണ്ട്. അതിനാൽ രക്തക്കുറവിനും എല്ലുകൾക്കും നല്ലതാണ് ഈ ഒരു എള്ള്. എള്ളിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കൈയെടുക്കാതെ തന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം അതൊന്ന് ചൂടാക്കിയെടുക്കാൻ. അപ്പം ഇങ്ങനെ ഒന്ന് പൊട്ടി വരും. ഇങ്ങനെ പൊട്ടി വരുമ്പോഴേക്കും നമ്മൾ തീ ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു പാത്രത്തിലിട്ട് മാറ്റി കൊടുക്കാം. ഇതാണ് അതിൻ്റെ ഒരു കറക്റ്റ് പരുവം. അപ്പോൾ കരിഞ്ഞു പോകാതെ നോക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കപ്പോളം അവലാണ് എടുത്തിരിക്കുന്നത്. അവലും കൂടെ ഞാൻ ആ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വറുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അവലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങ് വറുത്ത് കിട്ടുകയും ചെയ്യും. ഹൈ ഫ്ലെയിമിലിട്ട് വറുക്കാതിരിക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം കൈയെടുക്കാതെ ഇളക്കി കൊടുക്കാൻ. അപ്പോൾ ഈ അവൽ ആണെങ്കിൽ ഒന്ന് വറുത്ത് നല്ല പരുവത്തിലായോ എന്ന് നമുക്ക് അറിയാൻ വേണ്ടി ഇതേപോലെ ഒന്ന് എടുത്തതിന് ശേഷം കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് പൊടിച്ച് കൊടുത്താൽ അതിൻ്റെ പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ ഈ ഒരു പരുവമാണ് കറക്റ്റായിട്ട് നല്ല രീതിയിൽ വറുത്ത് കിട്ടിയിട്ടുണ്ട്. അതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് അതേ പാത്രത്തിൽ തന്നെ ഞാൻ ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ്. നെയ്യ് ഒഴിച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു 2 കപ്പോളം തേങ്ങ ചിരകിയതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ തേങ്ങയ്ക്ക് മാത്രമാണ് നമ്മൾ നെയ്യ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ആ ഒരു തേങ്ങയിലുള്ള ഒരു നനവുണ്ടല്ലോ, ആ ഒരു നനവൊന്ന് മാറി ഒന്ന് കിട്ടണം. അത്രയും മാത്രം ഒന്ന് വറുത്ത് കൊടുത്താൽ മതിയാകും. ഒരുപാടങ്ങ് ബ്രൗൺ കളറാകുന്നത് വരെ ഒന്നും വറുത്ത് കൊടുക്കണ്ട. കുറച്ച് നേരം ഒന്ന് വറുത്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ തേങ്ങയൊന്ന് റെഡിയായി കിട്ടുന്നതാണ്. നമ്മുടെ തേങ്ങയൊക്കെ
ഒക്കെ ഒന്ന് അത്യാവശ്യം ഒന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവം മതിയാകും. ഇതിൽ കൂടുതൽ മൂക്കാൻ പാടില്ല. ഈ ഒരു സമയം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കരിപ്പട്ടിയുടെ പാനി ഉണ്ടല്ലോ, ആ പാനി ഇതാ ഒന്ന് നമ്മൾ അരിച്ചൊഴിച്ച് കൊടുക്കണം. അല്ലെങ്കിൽ അതിനകത്തിൽ കല്ലും മണ്ണും പൊടിയൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ എപ്പോഴായിരുന്നാലും ശർക്കര ആയിരുന്നാലും കരിപ്പട്ടി ആയിരുന്നാലും നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് നല്ല രീതിയിലൊന്ന് അരിച്ച് കൊടുത്തതിന് ശേഷം വേണം നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാനായിട്ട്. അപ്പം ഞാൻ അതത്രയും ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം പാത്രത്തിലൊക്കെ കുറച്ചുകൂടെ ഒന്ന് ശർക്കരയൊക്കെ ഒന്നുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ അല്പം ചൂടുവെള്ളവും കൂടെ ചേർത്തതിന് ശേഷം അതും കൂടെ ഒന്ന് അരിച്ചൊഴിച്ച് ഇതിനകത്തിലേക്ക് കൊടുക്കുകയാണ്. അപ്പം എള്ളിനകത്തിൽ അല്പം ചെറിയ രീതിയിലുള്ളൊരു കയ്പ്പൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ മധുരം നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ ഈ ഒരു ഇതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ മധുരം നന്നായിട്ട് ഉപയോഗിച്ചത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നല്ല രീതിയിലൊന്ന് തിളച്ച് വരണം. ഒറ്റനൂൽ പരുവമൊന്നും ആകണ്ട. അതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ഇതിനകത്തിൽ ബാക്കിയുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇതാ നമ്മുടെ ശർക്കരപ്പാനി എല്ലാം ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവം മതി കേട്ടോ. ഒരുപാടങ്ങ് കട്ടിയാകണ്ട. ആ ഒരു ടൈമിൽ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന എള്ള് അതിലേക്ക് ഇട്ട് കൊടുത്ത് അതിനെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൊളസ്ട്രോളും ബിപിയും ബ്ലഡ് ഷുഗർ ഇവയൊക്കെ കുറയ്ക്കുന്നതിന് എള്ള് വളരെയധികം സഹായിക്കുന്നുണ്ട്. ഇതിനകത്ത് ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. അതിനാൽ ശരീരത്തിൽ ട്യൂമർ വരാനുള്ള സാധ്യതയും ഈ എള്ള് കുറയ്ക്കുന്നതാണ്. ഇപ്പം കൗമാരപ്രായക്കാരായ പെൺകുട്ടികൾക്കായിരുന്നാലും ആൺകുട്ടികൾക്കായിരുന്നാലും വളരെ നല്ലതാണ് ഈ ഒരു എള്ള്. അപ്പോഴേക്കും നമ്മുടെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ആ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന അവലും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. വറുത്ത് വെച്ചിരുന്ന അവലും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പം ഞാനിതാ ഈ ഒരു സമയം ഞാൻ ലോ ഫ്ലെയിമിലാണ് തീ ഇട്ടേക്കണത്. ഒരുപാട് തീയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഇത് തയ്യാറാക്കി എടുക്കുമ്പോഴേക്കും ഭയങ്കരമായിട്ട് ഹാർഡായി പോകും. എന്നിട്ട് നന്നായിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 3/4 ടീസ്പൂണോളം ചുക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ചുക്ക് പൊടിച്ചതാണ്. ചുക്ക് പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു നുള്ള് ചെറിയ ജീരകം പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഓരോ സാധനങ്ങൾ ഇട്ടതിന് ശേഷം നമ്മൾ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചാൽ മാത്രമേ അതിനകത്ത് എല്ലാം ഒന്ന് യോജിച്ച് കിട്ടുകയുള്ളൂ. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. നമ്മൾ ആ എള്ളൊന്ന് റെഡിയായി കിട്ടുന്നത് മാത്രമേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിരിക്കുന്ന കപ്പലണ്ടിയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പം ഞാൻ കുറച്ച് കൂടുതലായിട്ട് കപ്പലണ്ടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ കപ്പലണ്ടി എടുത്തത് കൂടുതലായിട്ട് ചേർത്ത് കൊടുത്തത്. നിങ്ങളുടെ കയ്യിലുള്ളതനുസരിച്ച് നിങ്ങൾ എടുത്താലും മതിയാകും. അങ്ങനെ എല്ലാം കൂടി ഇട്ടൊന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഈ ഒരു ടൈമിൽ നമുക്ക് തീയൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാൻ ഇത്രമാത്രം മതിയാകും. ഇനി ആ ഒരു മിക്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു സംഭവം റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ശരീരം വേദന, നടുവേദന ഒക്കെ ഉള്ളതിനൊക്കെ നമ്മൾ ഈ എള്ള് കൊണ്ട് ഇങ്ങനെയൊക്കെ തയ്യാറാക്കി കഴിക്കുന്നതും അതുപോലെ തന്നെ താരന്, മുടികൊഴിച്ചിൽ ഇവയ്ക്കെല്ലാം എള്ള് ഒരുപാട് ഗുണങ്ങളാണ്. അപ്പം എള്ളൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കായിരുന്നാലും മുതിർന്നവർക്കായിരുന്നാലും ഇതേപോലെ ഒന്ന് തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഇഷ്ടപ്പെടും. എത്ര കഴിക്കാത്ത കുട്ടികളും അത് വാങ്ങി കഴിക്കും. അപ്പം നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. അപ്പം ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. വളരെ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ എള്ള് വിളയിച്ചത് റെഡി ആയിട്ടുണ്ട്. എന്താ ഒരു മൊഞ്ചെന്ന് കണ്ടോ, നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. ഇവിടെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്തു. അപ്പം നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങൾ ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം കമൻ്റ് ഇട്ടാൽ മതിയാകും. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.